മരാട്ടുകുട്ടി മണിയന്റെ മര സോപ്പ് പെട്ടി പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന കൂട്ടം പട്ടി ഇത് മറിയരമ്മരാട്ടുകുട്ടി. എന്താണ് ഇത് മറ്റേ പാട്ടല്ലാണ്? ഏതാണ്? സഞ്ചാര വീട് വരെ പോയി പാടിയ പാട്ട്. ഏത് പാട്ടാണ്? മറിയടമ്മരാട്ടുകുട്ടി. അതല്ല, ഇത് ഞാൻ ഇപ്പൊ ചായ കുടിച്ചോണ്ട് ഇപ്പൊ ഞാൻ വെളിയിൽ നിന്ന് ഉണ്ടാക്കിയ പാട്ട്. അല്ല തങ്കച്ച, എന്താ സംഭവം? ഇത് പിന്നെ ഗിറ്റാർ, തേയില തോട്ടം, ദാണ്ട ഗ്ലാസ് ഇരിക്കുന്നു, വിറവ് ദാണ്ട ഇവിടെ ബീഡി വിട്ടായിരിക്കുന്നു. എന്താണ്? അല്ല ഇതെന്താ പരിപാടി? എന്താ ഇതൊരു വൈബാണ്. ഇങ്ങനെ കൂടുക, പാട്ട് പാടുക, രണ്ട് കട്ടനൊക്കെ ഇങ്ങനെ കുടിക്കുക, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൂടൽ. അതാണ് ഒരു കൂടൽ. അത് ഒരു ഒത്തുകൂടല്ലേ? ഈ കൂടൽ നമ്മളിപ്പോ ഇത്രയും പറയുമ്പോ എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് കൂടലിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് എന്തിന്റെ ഒരു കൂടലാണ് ആണല്ലോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂടൽ സിനിമയിലെ ടീം ഇവിടെ വന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സുമായിട്ടൊന്ന് ഒത്തുകൂടിയാൽ എങ്ങനെയുണ്ടാവും? അതിൽ എനിക്കൊരു സന്തോഷം എന്നറിയാം. എന്നാ ആ കൂടലിൽ എന്റെ ഒരു ഫ്രഷ് പാട്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഫ്രഷ് പാട്ട് എനിക്ക് ഇവിടെ പാടാൻ പറ്റിയത്. ആ ഫ്രഷ് പാട്ട് കത്തിക്കാനാണ് വിറവ് കൂട്ടിയിട്ടേ. കുറച്ചെടുത്ത് കത്തിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അൽഫാമോ മിണ്ടാണ്ടിരിക്കും. അപ്പൊ പക്രു ചേട്ടാ, ഞാൻ പറഞ്ഞ ഐഡിയ നല്ലതാണെങ്കിൽ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഗംഭീരമായിരിക്കും. സന്തോഷത്തോടെ വിളിച്ചോളൂ. വെൽക്കം കൂടൽ ടീം. ചിരിറാന്തൽ തൂക്ക് തിരിയുന്നേ നീട്ട് പുഴയോരത്ത് രാവത്ത് ആഘോഷമാ. ആദ്യമായിട്ടാണ് ഒരു സിനിമ പ്രൊമോഷൻ തേയിലത്തോട്ടം തുറന്നു വരുന്നത്. ഞങ്ങളുടെ പുലി വീണ്ടും ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് ആ പുലിയല്ലേ അത്? ആ ചീഞ്ഞളിഞ്ഞ സൈഡിൽ കിടന്ന പുലി, ഗതികെട്ട പുലി തന്നെ ഇത്. റിയാന്നാണോ പേര്? ഈ റിയ എനിക്ക് ഭയങ്കര ഈഗോ അടിക്കുന്നുണ്ട്. മറികെ ആദ്യമായിട്ടാണ് ഇത്ര ഹൈറ്റ്. ഭയങ്കരമായിട്ട് ഈഗോ അടിക്കാണ് എനിക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ശരിക്കും എത്ര ഹൈറ്റ്? എത്രയുണ്ട് ഹൈറ്റ്? 6 feet. ഞാൻ അങ്ങോട്ടേക്ക് നോക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ശരി, ഈ കൂടൽ ടീം ഇത്രയും കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണം. ബിബി ചേട്ടാ, ടേക്ക് ഓവർ പറഞ്ഞോ. നമസ്കാരം. അപ്പോ കൂടൽ എന്ന് പറഞ്ഞ സിനിമയാണ് എന്റെ പുതിയത് ഇനി ഇറങ്ങാനുള്ളത്. 10-1 ജൂൺ 20 നമ്മുടെ പടം റിലീസ് ആവുകയാണ്. അപ്പോൾ ആ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് വന്നിരിക്കുന്നത്. ഇത് 2 പേരാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അതായത് ഡയറക്ടർ. അപ്പോൾ അതിൽ ഒരാളാണ് ഷാഫി എപ്പിക്കാട്. ഇദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത പടം ചെക്കൻ എന്ന് പറഞ്ഞ പടമാണ്. ചെക്കനിലെ പാട്ടുകൾ ഈ ഫ്ലവറിൽ പാടിയിട്ടുണ്ടെന്ന്. ഒരു കാട്ടുമൂളണ്, ആ പാട്ട് ഈ ചെക്കനിലെ പാട്ടാണ്. അതെ. ഇനി വേറെ ആളുള്ളത് ഷാനു കക്കൂറാണ് ഒരു അടുത്ത ഡയറക്ടർ. ഇത് ക്യാമറമാൻ ഷജീർ പപ്പ. പിന്നെ ഇതിനൊക്കെ കാരണക്കാരനായ വ്യക്തി ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജിതിൻ ചേട്ടൻ. ഇനിയുള്ളത് പാട്ടുകാരത്തി മീരയാണ്. മീര അറിയാലോ, എ.ആർ. റഹ്മാൻ വരെ സ്റ്റോറി ഇട്ട ചില്ലറ കാര്യങ്ങളൊന്നും കൊണ്ടല്ല ഞങ്ങൾ വന്നേക്കുന്നത്. ഒറ്റ പാട്ടിൽ അങ്ങ് കേറിപ്പോയി. ആദ്യമായിട്ട് മലയാളത്തിൽ പാടുന്ന പാട്ട് ഞങ്ങളുടെ പടത്തിലാണ്. സൂപ്പർ. പിന്നെ ഞങ്ങക്ക് 4 ഹീറോയിൻസ് ആണ്. അതിലൊരാളാണ് നിയ, റിയ, ഇനി അനുസിത്താരുടെ അനിയത്തിയായിട്ടുള്ള അനുസോനാര, പിന്നെ ഉള്ളത് മറീന മൈക്കിൾ. ഇത്രയും പേരാണുള്ളത്. ഇത്രയും 4 നായികമാരുണ്ടിട്ട് എന്നെ ഒന്ന് വിളിച്ചോന്ന് നോക്കണേ. അതിന്റെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഞാൻ. അതിൽ അമ്മ വേഷം ഇല്ലായിരുന്നു, നായികമാരെ മാത്രമല്ല അമ്മ വേഷം. യൂത്ത് പടമായിരുന്നു. ഈ ഡയാന് ഞാനായിട്ട് എന്താ പ്രശ്നം? മരതകത്തിൽ വിളിച്ചു, വന്നില്ല. ഈ പടത്തിൽ എന്തോ ട്രൈ ചെയ്തു, വന്നില്ല. എന്താ പ്രശ്നം? ഞാനായിട്ട് എന്താ പ്രശ്നം? എന്താണെന്നറിയോ, ഡാഡ് എന്റെ കൂടെ മാത്രമേ നായികയായിട്ട് വരുള്ളൂ. ഇനി പണ്ടെങ്ങാനും വല്ല മെസ്സേജ് അയക്കുക അങ്ങനെ ഇല്ലടാ, ഇപ്പൊ നിർത്തിയടാ. ബിബിൻ ചേട്ടൻ 2 അടിപൊളി പ്രോജക്ട്സിലാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് പോയത്. എനിക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. 1 പേഴ്സൺ 3 ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായ നമ്മുടെ സിനിമ വരച്ച് കാണിക്കുന്ന ഒരു ആർട്ട് സെക്ഷൻ ഇവിടെ സെറ്റ് ചെയ്തു. അതിന് നല്ലൊരു കയ്യടി നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാറ്. ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു പ്രൊമോഷൻ എവിടെയെങ്കിലും ഒരു വേദിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ മനസ്സ് കണ്ടപ്പോഴേക്കും മാനത്ത് കണ്ടു. ഡയറക്ടർ അനുചേട്ടൻ ചെയ്തു. ഉറപ്പായിട്ടും പുള്ളിയുടെ പരിപാടികൾ വലിയൊരു സന്തോഷം. കാരണം ഞങ്ങൾ നമ്മുടെ പടത്തെ കുറിച്ചുള്ള പടത്തിന്റെ ടോൺ എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ഫ്ലോർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള നന്ദി പറയുന്നത്. പിന്നെ
പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമ്പിംഗ് പശ്ചാത്തലമാക്കിയിട്ട് മലയാളത്തിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ്. ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരുമിച്ച് കൂടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് എലമെൻറ്റ്സ്, ഒരുപാട് സ്റ്റോറിക്കുള്ള വകുപ്പുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസം നടക്കുന്ന ഒരു മ്യൂസിക്കൽ ട്രാവൽ മൂവി എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും പറയുന്ന പോലെ തന്നെ തിയേറ്ററിലേക്ക് വരിക, നിങ്ങളുടെ കയ്യടി തിയേറ്ററിൽ ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച്. കണ്ടല്ലോ ട്രെയിലർ? ആ ട്രെയിലർ നമുക്ക് കാണാം അല്ലേ? യെസ്. ഏതോ ഒരു നല്ല നിമിഷത്തിൽ ഈ കൂടലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞ് ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളൊക്കെ ഈ സമയം മുതൽ ഒരു കുടുംബമാവുകയാണ്. ഇന്നത്തെ ഓർമ്മകളാവണം നാളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഊർജം. സത്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താ സംഭവിച്ചത്? സാർ ഒരു പ്രശ്നമില്ല. ഉണ്ണ കേട്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ, ചെറിയൊരു സർപ്രൈസ് ഉണ്ട്.